Hi everybody, MDC, Multidisciplinary Courses for Science. Paper name is Understanding Kerala, Science, Culture and Literature. So today in this paper we are going to discuss the chapter Forgotten episode in the history of science popularization in Kerala by Urnima Unnikrishnan. സോ ഊർണിമ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ PhD സ്കോളറാണ്. അതുപോലെ തന്നെ അവരുടെ റിസർച്ച് എന്ന് പറയുന്നത്, അവരുടെ റിസർച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഹർ റിസർച്ച് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ദ ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് പോപ്പുലർ സയൻസ് ഇൻ ഇന്ത്യ, the social history of science in colonial Kerala and the history of science education in Kerala. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ സയൻസിൻ്റെ പോപ്പുലറൈസേഷൻ അല്ലെങ്കിൽ എങ്ങനെ സയൻസ് സ്പ്രെഡ് ചെയ്തു, ദ എഫേർട്ട് ടു സ്പ്രെഡ് ദ സയൻസ് ഓർ സയൻറ്റിഫിക് നോളേജ് ഇൻ കേരള എസ്പെഷ്യലി ത്രൂ ട്രാവൻകൂർ പബ്ലിക് ലെക്ചർ കമ്മിറ്റി. അപ്പോൾ അതിലൂടെ എങ്ങനെ ഈ സയൻറ്റിഫിക് നോളേജ് സ്പ്രെഡ് ചെയ്തു, അതിൻ്റെ പോപ്പുലറൈസേഷൻ എങ്ങനെ നടത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു ചാപ്റ്ററാണിത്. സോ എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay students, so now let's discuss the chapter, a brief detailed summary of this. See, early science awareness in Kerala. ആക്ച്വലി ഇതിൽ പറയുന്നത് ഏർലി സയൻസ് അവെയർനെസ് ഇൻ കേരളയാണ്. അല്ലെങ്കിൽ സയൻസ് എങ്ങനെ സയൻസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ സയൻസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു, എസ്പെഷ്യലി ഇൻ കേരള. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ 1903 S. Subramani Iyer gave a Malayalam lecture on winds in Trivandrum. സോ 1903 എസ് സുബ്രഹ്മണ്യ അയ്യർ ഒരു ലെക്ചർ, ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിനെക്കുറിച്ചാണ് വിൻഡുകളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ചാണ്. ഓൺ വിൻഡ്സ് ഇൻ ട്രിവാൻഡ്രം. ഹി എക്സ്പ്ലെയിൻഡ് വാട്ട് വിൻഡ് ഈസ്. അപ്പോൾ എന്താണ് കാറ്റ് എന്നുള്ളത് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആൻഡ് വൈ എയർ ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഈ വായു അതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്. ആൻഡ് ഹൗ എർത്ത്സ് റൊട്ടേഷൻ എഫക്ട്സ് വിൻഡ്സ്, ഭൂമിയുടെ കറക്കം എങ്ങനെയാണ് ഈ കാറ്റിനെ ബാധിക്കുന്നത്. ആൻഡ് അബൌട്ട് മൺസൂൺസ് ആൻഡ് സൈക്ലോൺസ്, എന്താണ് മൺസൂൺ അല്ലെങ്കിൽ എന്താണ് സൈക്ലോൺസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ലെക്ചർ 1903 സുബ്രഹ്മണ്യ അയ്യർ നൽകി എന്ന് പറയുന്ന ഒരു മലയാളം ലെക്ചർ. ദ ഗോൾ വാസ്, അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ദ ഗോൾ വാസ് ടു ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് എവറി ഡേ തിങ്സ്. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാ ദിവസവും നടക്കുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണ്, അതിൻ്റെ ശാസ്ത്രീയത എന്താണ്, അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ലൈക്ക് വിൻഡ്, റെയിൻ, ഫയർ, ഇപ്പോൾ കാറ്റായിക്കോട്ടെ, മഴയായിക്കോട്ടെ, തീ ആയിക്കോട്ടെ, അതിനൊക്കെ പുറകിലുള്ള സയൻസ് എന്താണ് എന്നുള്ളത് അവർക്ക് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ലെക്ചറിൻ്റെ ഉദ്ദേശം. സയൻറ്റിഫിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ബിലീവിങ് സൂപ്പർസ്റ്റിഷ്യൻസ്, അതായത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നതിന് പകരം സയൻറ്റിഫിക്കലി അതിൻ്റെ റീസൺ എന്താണ് അല്ലെങ്കിൽ അതിന് പുറകിലുള്ള കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ബൈ ദ ലേറ്റ് 1800s സയൻസ് ബിക്കെയിം മോർ വിസിബിൾ ഇൻ കേരള ഡ്യൂ ടു മോഡേൺ എഡ്യൂക്കേഷൻ, പ്രിൻറ്റിങ് ആൻഡ് ഇൻട്രസ്റ്റ് ഫ്രം എഡ്യൂക്കേറ്റഡ് ലോക്കൽസ് ആൻഡ് റൂളേഴ്സ്. സോ ഒരു 1900s ഒക്കെ ആ ഒരു കാലഘട്ടത്ത്, ദ ലേറ്റ് 1900s ആ ഒരു സമയത്ത് സയൻസ് കുറേ കൂടി വിസിബിളായി കേരളത്തിൽ എന്ന് പറയുകയാണ്. എന്ത് കാരണം? ഡ്യൂ ടു മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രം എഡ്യൂക്കേറ്റഡ് ലോക്കൽസ് ആൻഡ് റൂളേഴ്സ്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടി സയൻസ് എന്താവാൻ തുടങ്ങി, വിസിബിൾ ആവാനായിട്ട് തുടങ്ങി. പബ്ലിക് ലെക്ചേഴ്സ്, എക്സിബിഷൻസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ് വെർ പോപ്പുലർ വേസ് ടു സ്പ്രെഡ് സയൻസ്. അപ്പോൾ ഈ സയൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള മീഡിയം അതല്ലെങ്കിൽ പോപ്പുലർ വേസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള പബ്ലിക് ലെക്ചേഴ്സ്, അതല്ലെങ്കിൽ എക്സിബിഷൻസ്, അതല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ്, ഇതൊക്കെയായിരുന്നു. നമ്മൾ സ്കൂളുകളിലൊക്കെ ശാസ്ത്രമേള സംഘടിപ്പിക്കാറുണ്ട് അല്ലേ, എക്സിബിഷൻ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? ശാസ്ത്രീയ മനോഭാവമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഒരു താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഒത്തിരി കാര്യങ്ങൾ എല്ലാ കുട്ടികളും കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷൻസ് സംഘടിപ്പിക്കാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അത് ഒരു പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ലിക് ലെക്ചേഴ്സ്, അതുപോലെ തന്നെ എക്സിബിഷൻസ്, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻസ്, ഇതൊക്കെ പോപ്പുലർ വേസ് ആയിരുന്നു ടു സ്പ്രെഡ് സയൻസ്. നെക്സ്റ്റ്, ട്രാവൻകൂർ പബ്ലിക് ലെക്ചർ കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയും, ഈ ഒരു കമ്മിറ്റിയുടെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1887 to 1921 ആണ്.
ഇനി എന്താണ് അതിൻ്റെ പർപ്പസ്, അതുപോലെ ആക്ടിവിറ്റീസ്. സ്റ്റാർട്ടഡ് ഇൻ 1887, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1887 ഇത് തുടങ്ങി. എന്തിന്? ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ ഓൺ യൂസ്ഫുൾ ടോപ്പിക്സ് ലൈക്ക് ഹെൽത്ത്, ഫാമിംഗ്, ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി. സോ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടോപ്പിക്കിൽ, ഹെൽത്ത്, ഫാമിംഗ്, ലിറ്ററേച്ചർ, ഫിലോസഫി തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ അവർക്കൊരു ഉത്ബോധനം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഉദ്ദേശം. ആൻഡ് ഇറ്റ് അവോയ്ഡഡ് പൊളിറ്റിക്സ്, രാഷ്ട്രീയ ചർച്ചകളൊക്കെ അത് ഒഴിവാക്കി. ഇത്തരം ഇതിലൊന്നും രാഷ്ട്രീയ ചർച്ചകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊന്നും അല്ല പ്രാമുഖ്യം കൊടുത്തത്, സയൻസിനായിരുന്നു. ലെക്ചേഴ്സ് വർ ഇൻ ഇംഗ്ലീഷ്, മലയാളം ആൻഡ് സംടൈംസ് തമിഴ്. അപ്പോൾ അതിൻ്റെ ലെക്ചേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷായിരുന്നു. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, ചില സമയത്ത് തമിഴും യൂസ് ചെയ്തിരുന്നു. ആൻഡ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ്, പിക്ചേഴ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. ഇതൊരു കാര്യം സയൻസ് അതിൻ്റെ എന്താ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ലാംഗ്വേജാണ് ഇത്തരം ലെക്ചേഴ്സിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ട്രാവൻകൂർ പബ്ലിക് ലെക്ചർ കമ്മിറ്റി എന്ന് പറയുന്നത്, അതിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒത്തിരി ലെക്ചേഴ്സ്, ഒത്തിരി സ്പീച്ചസ്, ഒത്തിരി അവെയർനെസ് പ്രോഗ്രാമുകളൊക്കെ സയൻസിനെ പ്രതിപാദ്യ വിഷയമാക്കി എടുത്തുകൊണ്ട് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്, ഒരു ലെക്ചർ കമ്മിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. സോ യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ്, പിക്ചേഴ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്. അപ്പോൾ അവർ ഈ കാര്യം ഈസിയായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ലാംഗ്വേജ്, പിക്ചേഴ്സും ഡെമോൺസ്ട്രേഷൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ലെക്ചർ ഡേറ്റ്സ് വേർ അനൗൺസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ലെക്ചറിൻ്റെ ഡേറ്റ്, ഏത് ലെക്ചർ, എന്താണ് ടോപ്പിക്, അത് ഏത് ഡേറ്റിനാണ് ആ ലെക്ചർ വരിക, ആ ഒരു സ്പീച്ച്, ആ ഒരു അവെയർനെസ് പ്രോഗ്രാം, അത് അല്ലെങ്കിൽ ആ ഒരു ലെക്ചർ ഏത് ദിവസമാണ് വരിക എന്നുള്ളതൊക്കെ ആൾക്കാർ അറിയിച്ചിരുന്നത് ന്യൂസ് പേപ്പേഴ്സിലൂടെയായിരുന്നു. അതുപോലെ തന്നെ about 15 to 20 ലെക്ചേഴ്സ് എ ഇയർ, ഒരു വർഷം 15 മുതൽ 20 ലെക്ചേഴ്സ് വരെ അവർ നടത്തിയിരുന്നു എന്ന് പറയുന്നത്. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് 15 മുതൽ 20 ലെക്ചേഴ്സ് വരെ ഒരു വർഷം അവർ നടത്തിയിരുന്നു. ഇൻ 1890, ഒരു 1890 ആയ സമയത്ത് 17 ലെക്ചേഴ്സ്, മോസ്റ്റ് ഓൺ സയൻസ്, സം ഓൺ ലിറ്ററേച്ചർ. അപ്പോൾ ആ ഒരു സമയത്ത് 17 ലെക്ചേഴ്സൊക്കെ ആയി. അതായത് അവരതുമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറയുകയാണ്. 17 ലെക്ചേഴ്സ്, അതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഓൺ സയൻസ്, സം ഓൺ ലിറ്ററേച്ചർ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സയൻസിന് തന്നെയായിരുന്നു. സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളായിരുന്നു ലെക്ചേഴ്സ് ഉണ്ടായിരുന്നത്, സ്പീച്ചസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ലിറ്ററേച്ചറും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി സയൻസ് ടോപ്പിക്സ്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു സയൻസിൽ എടുത്തിരുന്നത് അവർ കൺവേ ചെയ്യാൻ, ലെക്ചറിങ് നടത്താൻ വേണ്ടിയിട്ട്? ദ കോക്കനട്ട് പാം, ഇലക്ട്രിസിറ്റി, ദ ബ്രെയിൻ, അങ്ങനെ പോകുന്നു. അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകൾ ആയിരുന്നു ഇവർ ഈ സയൻസ് ടോപ്പിക്കുകളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്. ഇതൊക്കെ എന്തിനാണ്? സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അറ്റ് ഫസ്റ്റ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് വേർ മോർ പോപ്പുലർ. മലയാളം, തമിഴ് ടോക്സ് ഹാഡ് ഫ്യൂവർ ലിസണേഴ്സ്. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് ലെക്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയതെന്ന് പറയുകയാണ്. അപ്പോൾ മലയാളം, തമിഴ് അതിനൊക്കെ കുറച്ച് ലിസണേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദേ പെയ്ഡ് മോർ ഫോർ ലോക്കൽ ലാംഗ്വേജ് ടോക്സ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലോക്കൽ ലാംഗ്വേജ് ടോക്സിലേക്ക് അവർ എംഫസൈസ് കൊടുക്കുകയാണ്. ദേ പെയ്ഡ് മോർ ലോക്കൽ ലാംഗ്വേജ് ടോക്സ്. ആഡഡ് വിഷ്വൽ എയ്ഡ്സ് ടു അട്രാക്ട് പീപ്പിൾ. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ എയ്ഡ്സുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഓവർ ടൈം മോർ പീപ്പിൾ അറ്റൻഡഡ് ലോക്കൽ ലാംഗ്വേജ് ടോക്സ്. അങ്ങനെ കുറേ അധികം ആൾക്കാർ ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് ടോക്സിലേക്ക് ഇൻവോൾവ് ആയി. നോട്ടബിൾ സ്പീക്കേഴ്സ് ആരൊക്കെയായിരുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ലെക്ചേഴ്സ് നടത്തിയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ളത്. ആരൊക്കെയായിരുന്നു നടത്തിയിരുന്നത്? നോട്ടബിൾ സ്പീക്കേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കാം. ഹാരോൾഡ് എസ് ഫെർഗസൺ, അദ്ദേഹം സുവോളജിസ്റ്റാണ്, അതുപോലെ തന്നെ മ്യൂസിയം ഡയറക്ടറാണ്. അതുപോലെ തന്നെ എൻ കുഞ്ഞൻ പിള്ളൈ, അദ്ദേഹം അഗ്രികൾച്ചർ ഡയറക്ടറാണ്. അതുപോലെ I.O. ചാക്കോ, അദ്ദേഹം സ്റ്റേറ്റ് ജിയോളജിസ്റ്റാണ്. പിന്നെ മിസ് എസ് ബി വില്യംസ്, ഷീസ് ഓൺലി മിസ് എസ് ബി വില്യംസ് ഓൺലി നോൺ വുമൺ സ്പീക്കർ, ടോക്ട് ഇംഗ്ലീഷ്, ഹിസ്റ്ററി ആൻഡ് ഫ്രഞ്ച്. അതുപോലെ റിസർവ്ഡ് സീറ്റ്സ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നോ റെക്കോർഡ് ഓഫ് ഹൗ മെനി അറ്റൻഡഡ്, എത്ര പേര് അത് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിനൊന്നും കണക്കില്ല, റെക്കോർഡില്ല എന്ന് പറയുകയാണ്. അതായത് ഒത്തിരി ആൾക്കാർ ഈ പറയുന്ന പോലെ സ്പീച്ച്, ലെക്ചേഴ്സ് നടത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ദെൻ ആഫ്റ്റർ 1900s, ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും ആക്ടിവിറ്റി ഡ്രോപ്പ്. ഇതിൻ്റെ ഒക്കെ ഒരു ആക്ടിവിറ്റിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ തടസ്സമൊക്കെ വരാൻ തുടങ്ങി. ഈ 1906 ഓൺലി 4 ലെക്ചേഴ്സ് വർ ഹെൽഡ്. 1906 ആയപ്പോഴേക്കും ആകെ 4 ലെക്ചേഴ്സ് മാത്രമേ അവർ കണ്ടക്ട് ചെയ്തുള്ളൂ.
റീഓർഗനൈസ്ഡ് ഇൻ 1911. അപ്പോൾ ഇത് 1911 ആയപ്പോഴേക്കും അതെന്ത് ചെയ്തു, റീഓർഗനൈസ് ചെയ്തു. 11 ടു ഫോക്കസ് മോർ ഓൺ സയൻസ് ആൻഡ് പ്രാക്ടിക്കൽ നോളേജ്. ഒരു 1911 ഒക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടി സയൻസിലേക്ക് കുറേ കൂടി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ലെക്ചേഴ്സ് വരാൻ തുടങ്ങി. പബ്ലിക് ഹെൽത്ത്, ഫാമിംഗ്, ഇൻഡസ്ട്രി ആൻഡ് കോപ്പറേറ്റീവ്സ്, ഇതൊക്കെ ടോപ്പിക്കുകളായിട്ട് ലെക്ചേഴ്സ് വരാൻ തുടങ്ങി. കമ്മിറ്റി മെമ്പേഴ്സ് ചേഞ്ച്ഡ്. സ്ലോലി അതിലെ കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ മാറി. ആദ്യം കമ്മിറ്റി മെമ്പേഴ്സായിട്ട് അതിലുണ്ടായിരുന്നത് ടീച്ചേഴ്സ്, ലോയേഴ്സ്, മിഷണറീസ്, സെൽഫ് ടോക്ക് പീപ്പിൾ, ഇവരൊക്കെ ആയിരുന്നുവെങ്കിൽ പിന്നീട് ലേറ്റർ ഹെഡ്സ് ഓഫ് സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് ജിയോളജി, ആ രീതിയിലുള്ള ഹെഡ്സുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെമ്പേഴ്സ് കമ്മിറ്റിയിൽ വരാൻ തുടങ്ങി. മെനി ഒഫീഷ്യൽസ് വേർ ട്രെയിൻഡ് അബ്രോഡ്. അതുപോലെ തന്നെ അബ്രോഡിൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒത്തിരി ഒഫീഷ്യൽസുകൾ, അങ്ങനെ ഒത്തിരി ആ ഈ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങി. മോർ മലയാളം ലെക്ചേഴ്സ് എസ്പെഷ്യലി ഇൻ സ്മോളർ ടൗൺസ് വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. കൂടുതൽ മലയാളം ലെക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. ആൻഡ് എസ്പെഷ്യലി ഇൻ സ്മോളർ ടൗൺസ്, ചെറിയ ചെറിയ ടൗണുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് എൻഗേജിംഗ് ആയിട്ട് ലെക്ചേഴ്സും പ്രോഗ്രാംസുകളൊക്കെ സയൻസ് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻ 1915 25 ലെക്ചേഴ്സ്. അപ്പോൾ ഒരു 1915 ഒക്കെ ആയപ്പോഴേക്കും 25 ലെക്ചേഴ്സൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അവർ എത്തി. 20 ഇൻ മലയാളം, അതിൽ 20 ലെക്ചേഴ്സ് മലയാളത്തിലായിരുന്നു. 5 ഇൻ ഇംഗ്ലീഷ്, 5 ലെക്ചേഴ്സ് ഇംഗ്ലീഷിലും. അറ്റൻഡൻസ് റേഞ്ച്ഡ് ഫ്രം 300 to 500 പെർ ലെക്ചർ. അപ്പോൾ ഓരോ ലെക്ചറിനും ഉണ്ടായിരുന്ന വ്യൂവേഴ്സ് അതല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന ഈ ലിസണേഴ്സ് എന്ന് പറയുന്നത് 300 മുതൽ 500 വരെ ലിസണേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാണ് ഓരോ ലെക്ചറിനും. Then final years, by the 1920s, lectures again focused mostly on Trivandrum. 1921 recognized again to add special lectures for educated audience in the capital. ഒരു 1921 ഒക്കെ ആയ സമയത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ലെക്ചേഴ്സുകളൊക്കെ ഇറക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദർ വാസ് നോ പേയ്മെൻറ്റ് ടു ദ സ്പീക്കേഴ്സ്. അതായത് ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ലെക്ചർ നടത്തുന്ന ഈ ക്ലാസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പേയ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സർവീസായിരുന്നു. വിത്തിൻ 6 months, ഒരു 6 മാസത്തിനുള്ളിൽ ദ കമ്മിറ്റി ക്ലോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ കമ്മിറ്റി ക്ലോസ് ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട് ഇഷ്യൂ ആയിരുന്നു. സയൻസ് ലെക്ചേഴ്സ് കണ്ടിന്യൂഡ് അണ്ടർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ അതിലുണ്ടായിരുന്ന സയൻസ് ലെക്ചേഴ്സൊക്കെ അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തത് എന്തിൻ്റെ അണ്ടറിലായിരുന്നു? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഈ സയൻസ് ലെക്ചേഴ്സ് അപ്പോഴും നിർത്താതെ കണ്ടിന്യൂ ചെയ്തു. Then its importance, the committee worked for about 35 years. നോക്കി, ലോങ് 35 years, 35 വർഷം ഈ ഒരു കമ്മിറ്റി വർക്ക് ചെയ്തു. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് സയൻസ് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതല്ലെങ്കിൽ അവെയർനെസ്, സയൻറ്റിഫിക് അവെയർനെസ് ഉണ്ടാക്കുക, ഡെയിലി ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിന് പുറകിലുള്ള സയൻസ്, അതിൻ്റെ പുറകിലുള്ള സയൻറ്റിഫിക് എല്ലാവരിലും ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക, സയൻസിനെ ഫെമിലറൈസ് ചെയ്യുക. ഇതൊക്കെ ഒരു സെൽഫിഷായ മൈൻഡോട് കൂടിയിട്ടല്ലാതെ ഈ പറയുന്ന ലാഭം പ്രതീക്ഷിച്ചല്ലാതെ ഒരു സർവീസായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ക്രിയേറ്റീവ് എൻഗേജിങ് സെഷൻസ്, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, ആ രീതിയിലുള്ള ലെക്ചർ ക്ലാസ്സുകളൊക്കെ നൽകി. സോ ഈ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സയൻസിൻ്റെ ഒരു പോപ്പുലറൈസേഷനുമായി ബന്ധപ്പെട്ട്. ദ കമ്മിറ്റി വർക്ക്ഡ് ഫോർ അബൌട്ട് 35 years. ഇറ്റ് വാസ് വൺ ഓഫ് Kerala's earliest organized efforts to spread science among the public. സോ സയൻസ് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമായ അല്ലെങ്കിൽ അതിലേക്ക് അത് മുഖ്യ പങ്ക് വഹിച്ച ഏറ്റവും ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിരുന്നു ഈ പറയുന്ന കമ്മിറ്റി. ആൻഡ് ഹെൽപ്ഡ് ചേഞ്ച് പബ്ലിക് തിങ്കിങ് ഫ്രം സൂപ്പർസ്റ്റിഷ്യൻസ് ടു സയൻറ്റിഫിക് റീസണിങ്. അതുവരെയും പല ബ്ലൈൻഡ് ബിലീഫുകളും അന്ധവിശ്വാസങ്ങളൊക്കെ പേറി നടന്നിരുന്ന ജനങ്ങളെ സയൻറ്റിഫിക് റീസണിങ് അവരുടെ മൈൻഡിൽ പകരം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഒന്നായി ഈ ഒരു കമ്മിറ്റി മാറി. സോ ഷോഡ് ഹൗ സയൻസ് വാസ് സീൻ ആസ് എ കീ ടു സോഷ്യൽ പ്രോഗ്രസ്. ഒരു സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ, അതിന് ഒരു കീ ചേഞ്ചാണ് അല്ലെങ്കിൽ ഒരു കീ ആയിട്ടുള്ള റോളാണ് സയൻസ് വഹിക്കുന്നത്. അത് കാണിച്ചു കൊടുത്ത ഒരു ഓർഗനൈസേഷനായിരുന്നു ഈ പറയുന്ന കമ്മിറ്റി എന്ന് പറയുന്നത്.
സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻസിൻ്റെ ഒരു പോപ്പുലറൈസേഷൻ, സയൻസിൻ്റെ ഒരു പ്രചാരണം, അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളേജിൻ്റെ ഒരു പ്രചാരണം എത്രത്തോളം എങ്ങനെയൊക്കെ സാധ്യമായി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഈ പഠിച്ചത്. അതും ഈ പറയുന്ന പോലെ തന്നെ ട്രാവൻകൂർ പബ്ലിക് ലെക്ചർ കമ്മിറ്റി അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് ഈ ഒരു സയൻസിനെ അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിഫിക് നോളേജിനെ കൂടുതൽ വ്യാപിപ്പിച്ചത്, കേരളത്തിൽ കൂടുതൽ വ്യാപിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഐ തിങ്ക് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ, താങ്ക് യു.